എന്നാലും ഒരു സെലിബ്രിറ്റി അവിടെ വരുമ്പോഴത്തേക്കിന് അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കണമായിരുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സങ്കടങ്ങളൊക്കെ ഉണ്ട്. എത്ര പേരാ മരിച്ചത്. അപ്പം നമുക്കൊരു സങ്കടമില്ല. കൊതി പിടിച്ച് കാണാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? വിജയനെ കാണാത്തതാണ്, ആകാശത്തു നിന്ന് വീണതില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കാണാത്തത് പോലെയാണ് അങ്ങനെ ഓടുന്നത്. കേരളത്തിൽ ഒരു നടിയനും ഇത്രയും ഇത് കൊടുക്കുകയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ പിള്ളേർക്കാണ് ഇഷ്ടം. മനുഷ്യനിങ്ങനെ അപകടം സംഭവിച്ചതിന് ഇതിൻ്റെ വിജയ് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയല്ലോ. വിജയ് നല്ലവനാണ്. വിജയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ അല്ലു അർജുൻ ഒരാൾ മരിച്ചുപോയി. അപ്പോൾ കേസെടുത്ത് അല്ലുവിനെ കാണാൻ വന്ന് ഒരു പെണ്ണ് മരിച്ചുപോയി. അപ്പോൾ അല്ലുവിനെ അറസ്റ്റ് ചെയ്തായിരുന്നു. അതും ഇതും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും പേടിയാണ് വിജയെ കാണുമെന്ന്. വേറെ ഒരു നടന് നിങ്ങൾ വേറെ ഒരു DMK നടത്തട്ടെ, എല്ലാം നടത്തട്ടെ, ഇത്ര ആൾക്കാർ കൂടുന്നുണ്ടോ? സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. പുള്ളി ഇതുപോലെ പുള്ളിക്ക് നേരിട്ടുള്ള കഴിവോ പരിചയമോ ഒന്നും ഇല്ല. അറസ്റ്റ് ചെയ്തേ പറ്റൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ പുള്ളിക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പുള്ളി ஸ்டாலினுங்கெல்லாம் ஒரு மீட்டிங் போனால் அமருவாங்க, உட்காருவாங்க. இவனுக்கு சின்ன பசங்க போகிறான், சாராயம் குடிச்சு கஞ்சா குடிச்சிட்டு போய் ஆட்டம் போட்டு. ഞാൻ സോണി കല്ലറയ്ക്കൽ, എൻ്റെ കൂടെ ഉള്ളത് അഖിലേഷാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ അതിർത്തിയായ കുമളി. അപ്പോൾ അതിൽ നിന്ന് കയറി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നടൻ വിജയ്, നമ്മുടെ മലയാളികൾക്കും തമിഴ്നാട്ടുകാർക്കും എല്ലാം വളരെ പ്രിയങ്കരനായ നടനാണ് വിജയ്. അദ്ദേഹം ഒരു TVK തമിഴക വെട്രി കഴകം എന്നൊരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ ഒരു വലിയ സമ്മേളനം കരൂരിലെ വേലുച്ചാമിപുരത്ത്, തമിഴ്നാട്ടിലെ കരൂരിലെ വേലുച്ചാമിപുരത്ത് നടന്നു. കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ധാരാളം ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. 19ഓളം പേരോളം മരണപ്പെടുകയുണ്ടായി. ഇത് വലിയൊരു വാർത്തയായിരുന്നു. ഇതിനെ എങ്ങനെ അവിടുത്തെ ആൾക്കാർ, ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ നോക്കിക്കാണുന്നു എന്നുള്ള വിലയിരുത്തലിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അത് സർക്കാർ നിയന്ത്രിക്കേണ്ടതായിരുന്നു. സർക്കാർ അങ്ങനെ തിക്കും തിരക്കും വരുമ്പോഴത്തേക്കിനും അതിനുള്ള നിയന്ത്രണം അവിടെ കൊടുക്കേണ്ടതായിരുന്നു. എന്നാലും ഒരു സെലിബ്രിറ്റി അവിടെ വരുമ്പോഴത്തേക്കിനും അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കണമായിരുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു കുറ്റം ചെയ്തോ എന്ന് തോന്നുന്നില്ല. ഈ വിജയ് തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രി ആകുമെന്ന് തോന്നുന്നുണ്ടോ? അഭിപ്രായം അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കണം. വിജയുടെ ഫാൻ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവർ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ വോട്ട് കൊടുക്കും. വിജയനെ കാണാൻ വന്നപ്പോൾ എല്ലാവരും ഓടിച്ചല്ലോ. അന്ന് ശനിയാഴ്ചല്ലേ, അപ്പോൾ അവധി കൊണ്ട് വിജയനെ കാണാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷമായിട്ട് ഓടി. അതാണ് അങ്ങനെ സംഭവിച്ചത്. 40 പേര് ഏതാണ്ടൊക്കെ പറഞ്ഞു. സങ്കടങ്ങളൊക്കെ ഉണ്ട്. എത്ര പേരാ മരിച്ചത്. അപ്പം നമുക്കൊരു സങ്കടമില്ല. വിജയനൊക്കെ അറിയാം. പക്ഷേ ഇവരിങ്ങനെ കൊതി പിടിച്ച് കാണാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ലേ, മനസ്സിനെ എല്ലാ TV-യിലെ കാണുന്നു, പിന്നെ വീഡിയോയിലെ കാണുന്നുണ്ട്, എല്ലാ സ്ഥലത്തിനെയും കാണുന്നുണ്ട്. വിജയനെ കാണാത്തതാണ്, ആകാശത്തു നിന്ന് വീണതില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കാണാത്തത് പോലെയാണ് അങ്ങനെ ഓടുന്നത്. അങ്ങനെ ഓടേണ്ട വല്ല കാര്യമുണ്ടോ? അത്രയും പേര് ഓടേണ്ട ആവശ്യമില്ല. പിന്നെ വിജയന് കുറച്ച് പേര് വന്നാൽ അതിന് ആരും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു മനുഷ്യ ഒരു മന്ത്രി ആരെങ്കിലും വന്നാൽ എല്ലാവരും വരും. എല്ലാവരും കാണാനല്ല വരുന്നത്. പിന്നെ കാണാൻ വന്നപ്പോൾ എങ്ങനെ സംഭവിച്ചു? അത് എന്നാണ് ഒരു സംഭവം നമുക്ക്. ഈ സ്റ്റാലിൻ വിജയെ ഭയപ്പെടുന്നുണ്ടോ? സ്റ്റാലിൻ അങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടു. പിന്നെ ഇവിടെ വന്നാൽ എല്ലാവർക്കും ഒരു സങ്കടമുണ്ട്. നമ്മളെല്ലാം തോറ്റു പോകും, ഇവനാണ് പൊക്കത്തിന് വരും എന്നൊക്കെ പറയുന്നത് കേട്ടു. അത്രയേ ഉള്ളൂ. തമിഴിൽ പറഞ്ഞാൽ അങ്ങനെയാ, മലയാളത്തിൽ പറഞ്ഞാൽ അതേ ഉള്ളൂ. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആവുമോ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ പണി ചെയ്തില്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂട്ടத்துக்கு വന്നിരിക്കാങ്ക. കൂട്ടം സംസാരിക്കാനായിട്ട് വന്നു. ആൾക്കാരോട് ഇപ്പോൾ ഈ ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരോട് ഞാൻ വന്നാൽ നല്ലതാണോ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഇല്ല, പിള്ളേര് സെറ്റാ സാറേ, പറയാൻ പറ്റില്ല. ഈ പിള്ളേരെ നമ്മൾ പറഞ്ഞാലേ വീട്ടിലെ പിള്ളേർ കേൾക്കുകയില്ല. കൊണ്ട് ഇങ്ങനെയൊക്കെ സ്നേഹമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു നടിയനും ഇത്രയും ഇത് കൊടുക്കുകയില്ല. പക്ഷെ തമിഴ്നാട്ടിൽ പിള്ളേർക്കാണ് ഇഷ്ടം. പിള്ളേരെ ഇഷ്ടപ്പെടിയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല. എന്ത് ജനമാണ് ഒരു സിനിമ നടന്. ഈ മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, ഇത്രയും വരുമോ? ഇല്ല. ചുമ്മാ പറയാം വട്ടന്മാർ കേസ് കൊടുക്കണ, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടുത്തെ തമിഴ്നാട് സ്റ്റൈലിൻ്റെ ഇതല്ലേ സംഭവങ്ങളാണ് കാരണമായ സംഭവിക്കുക. അവരെ അങ്ങനെ ഒരു ഇത് മുൻകരുതൽ വേണമായിരുന്നു നടത്താനായിട്ട്. ഇതൊരു കഴിവല്ല. അവിടെയുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും ജനത്തെ താങ്ങാൻ പറ്റത്തിൽ കൂടുതലുള്ള ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രദേശം അവിടെ. അതിനാണ് അത്രയും മതിയായ സുരക്ഷയില്ലാതെ ഇത്രയും ജനത്തെ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഒത്തിരി വീഴ്ച ഉണ്ടായിട്ട് വേണം നമുക്ക് കാണാൻ. ജനം വിജയ് ഇഷ്ടപ്പെടുന്നു, ജനങ്ങൾ കാണാൻ വരുന്നു.
ഒരു നടൻ എന്നതിലൂടെ ഒരു റെസ്പോൺസിബിലിറ്റി വിജയ്ക്ക് ആ ഒരു ആരാധന കൂടിയതുകൊണ്ടാണ് ഈ ഇത്രയും വലിയ കുഴപ്പം വന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലായിരുന്നു. മനുഷ്യനിങ്ങനെ അപകടം സംഭവിച്ചതിന് ഇതിൻ്റെ വിജയ് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയല്ലല്ലോ. ഇത് അവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പക്ഷേ രണ്ട് ജനങ്ങളുടെ അംഗീകാരമുള്ള രണ്ട് വ്യക്തികളാണ് വിജയും സ്റ്റാലിനും. തമിഴ്നാടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്കത് പറയാൻ, സ്റ്റാലിനെ സംബന്ധിച്ച് ഇപ്പം നല്ലൊരു ഇമേജ് ഉള്ള ഇതാണ്. വിജയ സിനിമ എന്നുള്ള പേരിൽ കയറി വരുന്നു. രാഷ്ട്രീയ വോട്ടുകൾ ഇപ്പോൾ വിജയ് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ സിനിമ എന്നാകേണ്ട പേരില്ല, രാഷ്ട്രീയം വെച്ച് ഇഷ്ടപ്പെടുന്നതല്ലല്ലോ. പറയാൻ പറ്റത്തില്ല, അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ കഴിയില്ല. ഇപ്പം ഞാൻ വിജയ റസീനായിരിക്കാം, എനിക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായ വോട്ട് ഇടും, ഇല്ലെങ്കിൽ ഇല്ല. അത് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. BJP കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇപ്പം വിജയെ കാണാൻ പോകും ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ അവരെല്ലാം വോട്ടായിട്ട് മാറുമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ്, വിജയ് ഇഷ്ടമാണ്. വിജയെ പറ്റി എനിക്കൊന്നും കംപ്ലൈൻറ്റ് പറയാനില്ല. ഇല്ല. സംഭവത്തെപ്പറ്റി എന്താ? സംഭവത്തെ എന്നാ പറയാനാ, അത് വിജയ് നല്ലവനാണ്. വിജയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കഴിവേടില്ല, ഇല്ല. ഫസ്റ്റ് ചെയ്യാൻ പാടില്ല, ഇല്ല. ഫസ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആവുമോ? ആകണം. എനിക്ക് വിജയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിജയുടെ എല്ലാ ഇതും നമ്മൾ ജീവിക്കാനുള്ള എല്ലാം കൊണ്ട് ഇറങ്ങുന്നത്. വിജയുടെ എല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടമാണ്. വിജയ് ജയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ജയിക്കും. താങ്കളൊരു ഫാൻസിപ്പെട്ടതാണ്. അതെ അതെ. ഇതെല്ലാം വോട്ടായി മാറുമെന്ന് തോന്നുന്നുണ്ടോ തമിഴ്നാട്ടിൽ? വോട്ടാകണം. വോട്ടാകും. വിജയ് ജയിക്കും. പൂർണ്ണ വിജയത്തോട് മുന്നേറിപ്പോകും. വിജയെ കാണാൻ ഈ ഇത്രയും ജനങ്ങൾ കൂടി വന്ന് പിള്ളേരും പൊക്കിക്കൊണ്ട് എടുത്ത് ആദ്യം 2 പ്രാവശ്യം നടന്നു. മധുരയിൽ നടന്നു, ഇങ്ങനെ തന്നെ തിരുച്ചിയിലും നടന്നു. ഇത് ഇത്ര ആൾക്കാർ വരുമെന്ന് അറിയാമല്ലോ. വിജയെ കാണാൻ ഇത്ര ആൾക്കാർ വരുമെന്ന് അറിയാതെ ഗവൺമെൻറ് കുറച്ചുകൂടെ പോലീസിൻ്റെ ഇടപെടൽ വേണമായിരുന്നു. ഇത്രയും പേര് ഒരു സ്ഥലത്ത് കടത്തി വിട്ട് തിങ്ങി പാർത്ത് ഇങ്ങനെ ചെയ്ത് അത് ഇച്ചിരി മോശമായിപ്പോയി. അതുള്ളൂ. ഗവൺമെൻറ് വീഴ്ചയാണ്. എൻ്റെ കഴിവില്ലാന്ന് പറഞ്ഞാൽ വിജയ് ആരാധകർ അത് വന്ന് വിജയെ കാണാൻ ഇത്ര പേര് തടിച്ചു കൂടുമെന്ന് ഗവൺമെൻറ്റിന് അറിയാമല്ലോ. അറിഞ്ഞിട്ടില്ല ഇത്. അപ്പോൾ ഇത്ര പേർക്ക് എന്നത്തിനാ അവിടെ അനുമതി കൊടുത്ത ഈ സ്ഥലത്ത്, ഇത്ര ചെറിയ സ്ഥലത്ത് ഇത്ര പേർക്ക് എന്നത്തിന് അനുമതി കൊടുത്ത? ഇത്ര പേര് പറ്റത്തില്ലെന്ന് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമായിരുന്നു. ആ പ്രോഗ്രാമേ ഇത്ര ആൾക്കാർ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയി ആൾക്കാരെ കൊടുത്ത് കാരണമല്ല ഇത്തിരി തിങ്ങിപ്പാർത്തലേ ഇത് ചെയ്ത്. വേറെ ഒന്നുമില്ല. അത്രയും ശ്വാസം മുട്ടിയാണ് കുറേ പേര് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഗവൺമെൻറ്റേയും ഉണ്ട്, വിജയുടെയും ഉണ്ട്. വിജയും നോക്കണമായിരുന്നു, ഗവൺമെൻറ്റും ഉണ്ട്. രണ്ടും പക്കം തെറ്റുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. വിജയുടെ കേരളത്തിലും വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വിജയുടെ പുറത്തും തെറ്റുണ്ടല്ലോ. പിന്നെ അത് കേസെടുത്ത് അതെന്നാന്ന് നോക്കണമല്ലോ. ഇപ്പോൾ അല്ലു അർജുന് ഒരാൾ മരിച്ചുപോയി. അപ്പോൾ കേസെടുത്ത് അല്ലുവിനെ കാണാൻ വന്ന് ഒരു പെണ്ണ് മരിച്ചുപോയി. അപ്പോൾ അല്ലുവിനെ അറസ്റ്റ് ചെയ്തായിരുന്നു. അതും ഇത് ഒന്ന് തന്നെയാണ്. എന്നാന്ന് പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടന് വേറെ ആർക്കും ഇല്ലാതെ ആരാധകർ കൂടുതൽ. നിങ്ങൾ വേറെ ഒരു നോക്കിയാൽ ഇപ്പോൾ സ്റ്റാലിനുണ്ട്, എടപ്പാടി കൊണ്ട് ഇത്ര ആൾക്കാർ കൂടുന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ ആൾക്ക് ഇത്ര ആൾ കൂടുകയാണെങ്കിൽ ഇച്ചിരി പേടിയുണ്ട്. പേടിയില്ലാതെ അല്ല, പേടിയുള്ള കാരണമാണ് ഇത്രയും ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയും ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ചെറിയ സ്ഥലത്തിൻ്റെ അകത്ത് ഈ 50,000 1 ലക്ഷം ആൾക്കാർ കടന്നു പോകുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയുമുണ്ട്. ആരാധകർ കൂടുതലാണ് വിജയിനെ. അത് അടുത്ത പ്രാവശ്യം DMK തന്നെ വരും. ഇങ്ങനെ പോയാൽ നെക്സ്റ്റ് വിജയമാകാൻ പറ്റും. വളരെ ഉള്ള ഈ 18 വയസ്സ് മേളിലുള്ളവർ പയ്യന്മാർ മൊത്തം സ്റ്റുഡൻസ് ഇതെല്ലാം ഉള്ളതല്ലോ, അവരെല്ലാം വിജയുടെ കൂടെയാണ്. കൂടുതൽ അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികം ഇതായി ഗവൺമെൻറ് വിജയുടെ തന്നെ. ഇപ്പോൾ എല്ലാവരും പേടിയാണ് വിജയെ കാണുമെന്ന്. വേറെ ഒരു നടന് വേറെ ഒരു DMK നടത്തട്ടെ, എല്ലാം നടത്തട്ടെ, ഇത്ര ആൾക്കാർ കൂടുന്നുണ്ടോ? ഈ വിജയുടെ പുറകെ മാത്രം ഇത്ര ആൾക്കാർ കൂടുന്നു. അത് കാരണമാണ് ഇങ്ങനൊരു സംഭവം നടത്തുന്നത്. എല്ലാവർക്കും ഖേദമുണ്ട്. പുതിയ ആളായതുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റത്തില്ല.
പ്രധാനപ്പെട്ട കക്ഷി അടുത്ത പ്രാവശ്യം നല്ല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ ഈ ഒരു കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. അത് പുള്ളി മാത്രം വിചാരിച്ചാൽ പോരല്ലോ. പുള്ളിയുടെ പുള്ളി നേരിട്ട് ഒരു പ്രവർത്തനത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവരും കൂടെ സഹകരിക്കണം. പുള്ളിയുടെ പാർട്ടിയിലും മറ്റുള്ളവരും കൂടെ സഹകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ അതുപോലുള്ള ഒരു കാര്യമൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അത് ഇതുപോലെ ഒരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു. ഇത് ആദ്യമായിട്ട് ആയതുകൊണ്ട് പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതുപോലെ ആയിരിക്കും പുതിയ പാർട്ടി ഉണ്ടാകുമ്പോഴും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പുതിയ പാർട്ടി കയറുമ്പോഴത്തേക്കും ഇതുപോലെ വന്നു കഴിയുമ്പോഴും ഇതുപോലൊക്കെ അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പഴയ പാർട്ടി പോലെ വരത്തില്ലല്ലോ. സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. പുള്ളി ഇതുപോലെ പുള്ളിക്ക് നേരിട്ടുള്ള കഴിവോ പരിചയമോ ഒന്നും ഇല്ല. പുള്ളി സിനിമയിൽ മറ്റുള്ളവർ പറയുന്ന ഡയലോഗ് ഏറ്റു പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് അതുപോലെ അല്ലല്ലോ ഭരണത്തിൽ വരുമ്പോഴും ഇതുപോലൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. മറ്റുള്ളവർ പറയുന്നതൊക്കെ എന്താ പറയുക, എനിക്ക് ഇതിനോട് യോജിക്കാനൊന്നും പറ്റത്തില്ല. പുള്ളിയുടെ പാർട്ടിയോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും പേർ ജീവൻ വെച്ച് കളിക്കാനൊന്നും ആരും സമ്മതിക്കാൻ പാടില്ല. അറസ്റ്റ് ചെയ്തേ പറ്റൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ പുള്ളിക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഏതെങ്കിലും മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് സേഫ്റ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതൊന്നും മീറ്റിങ്ങിൽ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. പുള്ളി ഇത് നേരിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളും അതുപോലുള്ളവരൊക്കെ വരുന്നുണ്ടെങ്കിലും എത്രയും പോലീസുകാരുണ്ടായാലും പുള്ളിയും അതിൻ്റേതായ ഒരു കാര്യങ്ങൾ മുൻകരുതലൊക്കെ മുമ്പേ സ്വീകരിക്കേണ്ടിയിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. ഈ സംഭവം അറിഞ്ഞ അടുത്ത ചില മണിക്കൂറുകൾക്കകം പുള്ളി അവിടെ എത്തിയത് അതുകൊണ്ടാണല്ലോ. പക്ഷേ ഒരു ചെറിയൊരു ഭയമുണ്ട്. പക്ഷേ ആ ഭയം കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. அதாவது குறுகிய இடத்துல கொடுத்துருக்காங்க. ரொம்ப குறுகலான இடத்துல கொடுத்ததுனால தான் இந்த விபத்துக்கு காரணம். ரெண்டாவது ஆமாம், கூட்டம் மொத்தமாக வந்ததால பிரச்சனை ஆயிடுச்சு. ஆனால் ஊடால ஏதோ ஒரு கலவரம் மாதிரி ஏதோ ஏற்படுத்தியிருக்காங்க. அதாவது நைட்டு இல்லை கரண்ட் செருப்பு கொண்டு எரிஞ்சிருக்காங்க. இல்லை கரண்ட் ஆஃப் ஆகிருக்கு. அந்த மாதிரி நடந்திருக்கு. அதனால் பிரச்சனைக்கு இன்னொரு காரணம் அது. விஜயோட ரசிகர்கள் எப்படி இருப்பாங்க? சின்ன பிள்ளைத்தனம் பார்த்து தான் இருப்பாங்க. ஒரு ஆர்வத்தில் கூட்டம் செஞ்சாலும் இந்த மாதிரி நடந்திருக்கு. பிரச்சனை நடந்துருக்கு. ஆனால் முழுக்க இப்போ கவர்மெண்ட் பொறுப்பேற்கணும் அதுக்கு. அதனால் வாய்ப்பு இல்லை. ஸ்டாலின் விஜயை பயப்படுന്നുണ്ടോ? ஆமாம், கூட்டம் செஞ்சால் யாருக்கும் ஒரு பயம் வரும்ல. ஓட்டு இருக்கோ இல்லையோ, கூட்டம் செஞ்சால் யாருக்கும் ஒரு பயம் வரும்ல. அந்த பயம் இருக்குது. பொதுமக்கள் 39 பேர் இறந்துருக்குன்னு சொல்லுது. அது ரொம்ப மனசுக்கு வருத்தமாக இருக்குது. இனிமேல் இப்படி சம்பவம்லாம் நடக்கக்கூடாது. அதுக்கு அரசாங்கம் தகுந்த நடவடிக்கை எடுக்கணும். இதே எங்கள் பொதுமக்களோட கருத்து. அவரோட தொண்டர்களுக்கு இப்படி கூட்டத்தில் ஏற்கனவே சொல்லியிருக்காரு. பொதுமக்கள் பெண்கள் குழந்தைகள்லாம் வரக்கூடாதுன்னு. அதையும் மீறி அவங்க போகிறாங்க. அவர் சொல்கிறத கேட்டு அது மணிக்கு நடந்தால் நல்லாயிருக்கும். அவ்வளோ கூட்டம் வந்தது தப்பு தான். இருந்தாலும் போகக்கூடாது. பச்சை பிள்ளைகளை வச்சுட்டு போகக்கூடாது. பிள்ளைய முக்கியம் இல்லையா? பிள்ளைகளை வச்சு அந்த கூட்டத்துக்கு எதுக்கு போகணும்? கூட தண்ணியெலாம் கொடுத்துருக்காங்க. தண்ணி கொடுத்துருக்காங்க. வேண்டாம்னு சொல்லியிருக்காங்க. உன் வேலையை பாருன்னு இருக்காங்க. அவன் வந்தாலும் மேடையில் பேசுகிறவர் வந்தாலும் இறைச்சிவார். அவர் ஆள் கூட்டம் இருக்குது. கூட்டம் சேர்ந்த கூட்டம் இருக்குது. அது பூராமே ஓட்டு இல்லாதவங்க கூட்டம் இருக்குது. ஓட்டு இல்லவங்க இருந்தால் தான் ஜெயிக்க முடியும். ஓட்டு இல்லாதவங்க கூட்டம் நிறையா இருக்காங்க. ரசிகர்கள் 20 വയസ്സ് 19 വയസ്സ് 18 വയസ്സ് ആളുകൾ தான் நிறையா இருக்காங்க. വോട്ട് இருந்தாൽ தான். രാഷ്ട്രീയ പാർട്ടി അല്ല, അത് പിള്ളേരെ പരിപാടിയാണ്. ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ടുപോയി അവരെ കൊണ്ട് മരണത്തിൻ്റെ കീഴിലാക്കി. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പരിപാടിയല്ലല്ലോ. ഈ എത്രയോ തലമുറയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന MGR പോലെ ഇവരാകത്തില്ല. ഏതായാലും ഇന്നത്തെ തലമുറയ്ക്കുള്ള കേസല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പറയാനുള്ളത് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി പോകാമെന്നുള്ളൂ. ഇപ്പം 30-40 പേരുടെ മരണത്തിൻ്റെ കീഴിലാക്കി. പണ്ട് MGR നടത്തുമ്പോൾ പോലും ഇത്രയും പരിപാടിയില്ലായിരുന്നു. അന്നത്തെ കാലമല്ല ഇന്ന് ജനങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള കാലമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പഴിയാരുക വെറുതെയാണ്. അപ്പോൾ മറ്റുള്ള ഭരിക്കുന്ന കക്ഷിയെ എന്നിട്ട് പഴിയാരുക അത് വളരെ മോശമാണ്. കഴിവുകേട് തന്നെയാണ്. അതങ്ങനെ കഴിവുകളല്ല. ഇപ്പം ഒരു വർഷം കൊണ്ട് ഇത്രയും ജനത്തിനെ കയ്യിൽ വെക്കുന്നത് പിള്ളേരെ സെറ്റല്ലേ. യഥാർത്ഥ രാഷ്ട്രീയക്കാരില്ലല്ലോ കൂടെ. ഒരാളെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ടേ? ഒരാൾ പോലും ഇല്ല യഥാർത്ഥത്തിൽ.
അപ്പോൾ എം ജി ആർ ഒത്തിരി അണ്ണാതോരന്മാരെയും കൊണ്ട് അവരുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. വിജയൻ കൂടെ ആരുണ്ട്? ചുമ്മാ തട്ടിക്കൂട്ടി പെട്ടെന്ന് പരിപാടി നടത്തി 40 പേരുടെ ജീവൻ കീഴടങ്ങി. അതല്ല വേറെ എന്നാ നേട്ടമുള്ളത്? ജനങ്ങളോട് പറയുന്ന വാക്കിന് വിലയില്ലല്ലോ. 12 മണിക്ക് അവർ പോലീസ് സമയം കൊടുത്തിരുന്നത്. പുള്ളി വന്ന് രാത്രി 7 മണിക്ക്. ശനിയാഴ്ചയും കൂടിയാണ്, അവിടെ അവധി ദിവസമാണ്. അതിൻ്റെ തിരക്കും സിനിമാ നടനെ കാണുന്നത്. രാഷ്ട്രീയ അനുഭാവികളല്ല അതിനകത്ത്, രാഷ്ട്രീയക്കാരുമില്ല, അനുഭാവികൾ വന്നതേ പുള്ളിയെ കാണാൻ വന്ന ആൾക്കാരാണ്. കുഞ്ഞു പിള്ളേർ മരണപ്പെട്ടില്ലേ? കരൂരിലെ മീറ്റിംഗ് ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായി. 40 പേര് കൊല്ലപ്പെട്ടത്. എന്താണ് അഭിപ്രായം? கவர்மெண்ட் சப்போர்ட் பண்ணல. நம்பர் 1 கவர்மெண்ட் சப்போர்ட் பண்ணல. ரெண்டாவது போலீஸ் காவல் ரொம்ப குறைவு, நெரிசல், இதுதான் காரணம். ஸ்டாலின்லாம் ஒரு மீட்டிங் போனால் அமருவாங்க, உட்காருவாங்க. இவனுக்கு வந்து சின்ன பசங்க போகிறான், சாராயம் குடிச்சு கஞ்சா குடிச்சிட்டு போய் வந்து ஆட்டம் போட்டு ஒரு ஜாலி ஒரு என்டர்டைன்மெண்ட்டை தள்ளி வேறு ஒரு பரவாயில்ல தெரியும் அறியாது. விஜயே 3 நிமிஷம் பேசுகிறேன், என்ன பேசுகிறேன் பேச அறியாது. ஒரு கட்டுப்பாடாக பேசுகிறது தெரியாது. இப்போ ஜெயலலிதா கலைஞர்லாம் பேசுகிற மாதிரி ஒரு பேச்சு கிடையாது. 1 ஹவர் பேசுவோம், ஜெயலலிதா கலைஞர் 1 ஹவர் பேசுவார். வேறு இப்போ அறியில்லை, 3 நிமிஷம் பேசுவார். அவனுக்கு என்ன அறிஞ்சில்லை. நீங்கள் இப்போ பார்த்துருப்பீங்களா, தப்பாக எழுதி வச்சு படிக்கிறவனுக்கு அறிவு இருக்காது. தலைவர் ஸ்பீச் வந்து எழுதக்கூடாது, அப்படியே ரன்னிங் பீஸ் பேசணும். 3 நிமிஷம் எழுதி வச்சு படிக்க தெரியல. அப்போ அவன் தலைவன் அப்பாவி மக்கள் 40 கொண்டுட்டான். அவ்வளோதான். யதார்த்தமாக கூட்டம் அதிகமாக கூட்டம் வந்துட்டு, தண்ணி இல்லை, வாட்டர் இல்லை. ஒரு 3 மணிக்கு வர மீட்டிங், புள்ளி வரும்போது 7 மணிக்கு வந்தது. அப்போ அப்பாவி மக்கள் வந்து ஒரு ஆர்வத்தில் சினிமா ஆக்டர்ஸ் தலைவரை பார்க்குறது வரல, சினிமாக்காரனை பார்க்க வந்தது. அப்போ அவருக்கு என்னென்ன அறிஞ்சிடல. அப்பாவி மக்கள் சின்ன குழந்தைகள் முதல் கொண்டு மறிச்சு போய் 40 பேர் மறிச்சதுக்கு வந்தனே காரணம் கண்டிப்பாகிட்டு. பாவங்கள், பெரிய பாவங்கள். அதை ஒரு ஆள் மறிச்சிடல, 40 பேரை மறிச்சு கொண்டு இன்னும் 40 பேர் ஆசிரியர் உண்டு. இது சம்பளம் நடக்கக்கூடாது, இனி நடக்கக்கூடாது, நடந்துவிட்டு இனிமேல் நடக்க പാടില്ല. അതുകൊണ്ട് എല്ലാമേ ക്ലീൻ பண்ணுം. അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പോലീസിൻ്റെ ഒരു അനാസ്ഥ കാരണമായി സംഭവിച്ചിരിക്കുന്നത്. ഒരു 10,000 പേർക്കുള്ള പങ്കെടുക്കാനുള്ള ഒരു പരിപാടിയിൽ 1,00,000 പേരെ പങ്കെടുപ്പിച്ചത് അവർക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു പോലീസുകാർക്ക്. എന്ന് വെച്ചാൽ 2 സ്ഥലത്തിലായിട്ട് വരുന്ന സ്ഥലത്തിന് ആ പോലീസ് നിർത്തി ഒരാളെ കുറച്ച് വിടാമായിരുന്നു. അത് അവർ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടായി സംഭവിച്ചു പോയത്. വിജയുടെ സംഘടനാപരമായിട്ടുള്ള പരാജയമായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വിജയുടെ സംഘടനാപരമായിട്ട് ഒരു പരാജയമാണ്. എന്ന് വെച്ചാൽ ആ പ്ലേസ് ഇത്രയും ആൾക്കാരെ കൂട്ടിയപ്പം വിജയ് ആലോചിക്കണമായിരുന്നു, കൃത്യസമയത്ത് നമ്മൾ പങ്കെടുത്തിരുന്നെങ്കിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു അവിടെ. വിജയുടെ പാർട്ടി TVK തമിഴ്നാട്ടിൽ ശക്തി പ്രാപിക്കുമെന്നും വിജയ് തമിഴ്നാടിന് മുഖ്യമന്ത്രിയാകുമെന്നും താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. വിജയ് ഒരിക്കലും അവിടെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ തമിഴ്നാട് മൊത്തം പുള്ളിയുടെ ഫാൻസ് മാത്രം അത്ര ആൾക്കാരേ ഉള്ളൂ തമിഴ്നാട്ടിൽ, 1,00,000 പേര്. അവരെല്ലാ സ്ഥലത്തിനും കൃത്യമായിട്ട് അവർ പങ്കെടുക്കും. അതാണ് അവരുടെ ഒരു ധാരണ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ നമ്മുടെ കടയിൽ സ്റ്റാഫും ഉണ്ട്. അവന് എൻ്റെ ഇതാണെങ്കിൽ ഇപ്പം 3ാമത്തെ അവരുടെ ശനിയാഴ്ച പരിപാടിക്ക് 3 പ്രാവശ്യം പങ്കെടുത്തു. എന്ന് വെച്ചാൽ ഇവിടെ കടയിൽ നിന്ന് ലീവ് എടുത്ത് പോയിട്ടാണ് അവൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള പൈസ കിട്ടും, അതുകൊണ്ടാണ്. ഇപ്പം ഞാനും എൻ്റെ ഒരു സ്റ്റാഫേ ഉള്ളൂ, ഞങ്ങൾക്ക് 3 സ്റ്റാഫുണ്ട്. എന്നാൽ 2 സ്റ്റാഫ് വിജയുടെ ഫാൻസാണ്. അവർ കൃത്യമായിട്ട് എല്ലാ ശനിയാഴ്ചയും പോകും. അതാണ് ആൾ അത്രയും തിരക്ക് വരുന്നത്. ഒരിക്കലും അത് അത്രയും വോട്ടാകാൻ പോകുന്നില്ല. വിജയുടെ ഫാൻസിൻ്റെ സ്നേഹം വിജയുടെ പാർട്ടിക്ക് വോട്ടായി മാറുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ വിജയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും വോട്ടുള്ളവരാണോന്നില്ലല്ലോ. ഇപ്പം മരണപ്പെട്ടതെല്ലാം നോക്കുകയാണെങ്കിലും കുഞ്ഞു പിള്ളേരുണ്ട്, 18 വയസ്സിൻ്റെ താഴെയുള്ളവരുണ്ട്. അതുപോലെ തന്നെയല്ലേ വരത്തുള്ളൂ. ഒരിക്കലും അത്രയും വോട്ട് കിട്ടാൻ പോകുന്നില്ല. വിജയ്ക്കുണ്ട്, നല്ല സ്റ്റാർ നടനല്ലേ. അപ്പോൾ അതിന് കുറേ നടൻ കൂടി പക്ഷേ 10,000 പേർക്ക് പ്രൊഫഷണൽ ടീം സർക്കാർ കൊടുത്തിട്ടുള്ളൂ. ആ സ്ഥലം നോക്കിയാണ് കൊടുത്തത്. പക്ഷേ കൂടിയ ആൾക്കാർ കൂടി അവിടെ. അത് വെള്ളമില്ല, പറഞ്ഞ സമയത്ത് വിജയ് എത്തിയിട്ടില്ല. അതിൻ്റെയൊക്കെ തിരക്കിലാണ് മരണകാരണം എന്നാണ് പറയുന്നത്. നേരെ കുറിച്ച് വിജയിയുടെ ആൾക്കാർ പറയുന്നത് അല്ല, പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വരുന്നത് ജനങ്ങളെ തടയാൻ വേണ്ടിയുള്ള തിരക്ക് കൂട്ടായിരിക്കാൻ വേണ്ടിയുള്ള സംഭവം കാണിച്ചാണ്. ഞങ്ങളെ ഇന്നലെ കുറ്റപ്പെടുത്തി അടുത്ത ഭരണത്തിൽ ഞങ്ങൾ വരുമെന്ന് ഭയന്നുകൊണ്ട് ചെയ്താണ് വിജയുടെ ആൾക്കാർ പറയുന്നത്. സത്യത്തിൽ അതൊന്നും അല്ല. സമ്മർ മിനിസ്റ്ററാണ് വന്ന് ഓടിയെത്തുമല്ലോ, MLA സ്ഥലത്തിൽ MLA ഒന്ന് ഓടിയെത്തി. അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി. ഇവർ കുറ്റപ്പെടുന്ന വേറെ രീതിയിൽ പറയുക, അതൊന്നും തെറ്റാ പറയുന്നത്. അത് ശരിയല്ല. അത് വിജയ് ഭരണത്തിൽ വരാൻ നടക്കുക കേസിട്ടല്ല. അത് അല്ലെങ്കിൽ കഴിവാട് തന്നെയാണ്. ആ സെറ്റപ്പ് ചെയ്യില്ല അവർ ആൾക്കാർ സംഘടകർ തെറ്റ് കാണിച്ചു പോയി. സമയത്തുള്ള ആൾക്കാർ ഇത്ര ആൾ നിയന്ത്രിച്ചില്ല. ഉള്ള കള്ളും ഞാനെല്ലാം കുടിച്ച് കുറേ പേര് കൂത്താടി നടന്നല്ല, വേറൊന്നുമല്ല. അതാണ് തമിഴ്നാട്ടിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും കള്ളു പിടിച്ച് വിജയ് ആഘോഷിക്കും. ഭയങ്കര ആഘോഷം അവർക്ക്.
അങ്ങനെ സംഭവിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തെ കൂട്ടല്ല അവിടെ കൂട്ടം, പിന്നെ ചൂട് കൂടുതൽ. 10,000 പേർക്ക് അലോഡ് കൊടുത്ത സ്ഥലത്ത് 3 ലക്ഷം പേരാണ് വന്നത്. അവർക്ക് വെള്ളമോ ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ വിശന്ന് ക്ഷീണിച്ചു. പിന്നെ ഈ തിരക്കും കൂടെ ആയപ്പോൾ മരിച്ചതാണ്. അത് വിജയിയോ ഗവൺമെൻറ്റോ ഒന്നുമല്ല. എന്നാലും ഒന്നും കൂടെ ഗവൺമെൻറ് ശക്തമാവണമായിരുന്നു. സെക്യൂരിറ്റിയും എല്ലാം വെള്ളവും എല്ലാം എത്തിക്കണമായിരുന്നു. അത് എത്തിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വിജയ് വരുന്നത് വിജയെ കാണാനാണ് വരുന്നത്. അല്ല, വിജയ്ക്കൊരു സ്കോപ്പ് ഉടനടി ഉണ്ടാക്കിയെടുക്കാൻ ഒക്കില്ല. തമിഴ്നാട്ടിൽ ഒരുപാട് നാൾ കൊണ്ട് എത്രയും നേതാക്കന്മാർ ഫിലിം ആക്ടർ വന്ന് MJR DMK അല്ലാതെ ഒരു പാർട്ടി മുളച്ച് കയറാൻ പാടാണ്. ഇപ്പം ശരത് കുമാർ വന്നു, പിന്നെ ശിവാജി ഗണേശൻ വന്നു, കമലഹാസൻ വന്നു, രജനീകാന്ത് വന്നിട്ട് തിരിച്ചു മടങ്ങി. എന്നാൽ അവിടെ കയറാൻ പാടാണ് തമിഴ് മക്കളുടെ ഇടയിൽ. ഈ കരൂരിലുണ്ടായ ധാരണ സംഭവം വിജയുടെ സംഘടനാപരമായ ഒരു കഴിവുകേടാന്ന് തോന്നുന്നുണ്ടോ? കഴിവുകേടാ. കാര്യം അതിനുള്ള ശക്തമായ ആൾക്കാരും പിന്നെ വാളണ്ടിയേഴ്സ് എല്ലാം വെച്ച് നടത്തിയിരുന്നെങ്കിൽ ഒരു ജീവനും നഷ്ടപ്പെടില്ലായിരുന്നു. വെച്ചാൽ ഇങ്ങനെ നമ്മ ആൾക്കാർ ചെയ്യുന്ന തെറ്റാ. അങ്ങനെ നെരിസൽ കൂട്ടം കൂടി ആൾക്കാർ പോയിട്ട് നമ്മൾ ഇത് കാണാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവൻ പോകുന്നതാണ്. ഇപ്പം ഈ പൈസ കിട്ടുന്ന കൊണ്ട് അവരുടെ കുടുംബത്തിലെ ഉള്ള പിള്ളേരില്ലേ നഷ്ടപ്പെട്ടത്. കഴിവടെന്ന് പറഞ്ഞാൽ അവന് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അവൻ ചെയ്യുന്ന കാര്യത്തിന് അവനക്ക് വേണ്ടി ജനങ്ങൾ പോയി ഇങ്ങനെ ചത്തു കടന്നു പോയി കാണേണ്ട ആവശ്യമില്ല. അവൻ്റെ ഒരു അവൻ്റെ വിജയുടെ തപ്പ കുഴപ്പമാണ്. സെക്യൂരിറ്റി വച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചത് തപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.